ഹായ് ഓൾ JEE മെയിൻ എക്സാമിന് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ചോദ്യത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് പരാബോളാസ് രണ്ടുപേരുടെയും വെർട്ടെക്സ് സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് പരാബോളാസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ എഴുതാം? 4a × 4b ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. എന്താണ് ഈ 4aയും 4bയും? ഈ പരാബോളയുടെ ഇക്വേഷൻ y² = 4ax എന്നും ഇതിൻ്റെ ഇത് x² = 4by എന്നുമാണ്. സോ ഇവിടുത്തെ 4aയും 4bയും നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 3 കൊടുക്കുക. നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കിക്കുക മക്കളെ. ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് y = x² - 4x + 4 ആൻഡ് y² = 16 - 8x. സോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ y = x² - 4x + 4 ആണ്. സോ ഇത് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം y = x - 2² സോ ഇവിടുന്ന് y = y - 0 ആൻഡ് x - 2² ഇവിടുന്ന് വെർട്ടെക്സ് നമുക്ക് എന്ത് കിട്ടും? 2,0 എന്ന് കിട്ടും നമ്മുടെ HK വെർട്ടെക്സ്. ഓക്കെ, സോ then the second equation നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? y² = നമുക്ക് കിട്ടുന്നത് 16 - 8x എന്നാണ്. റെഡി അല്ലേ? സോ ഇവിടെ ഞാൻ y² ഒരു -8 ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ എനിക്ക് x - 2 എന്ന് എഴുതാം. റെഡി? സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? y - 0² then -8 x - 2 കിട്ടും. ഫ്രം ഹിയർ ഓൾസോ നമുക്ക് എന്ത് കിട്ടും? വെർട്ടെക്സ് എന്ന് പറയുന്നത് 2,0 തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് h,k. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് പേരുടെയും വെർട്ടെക്സുകൾ എന്താണ്? സെയിം ആണ്. സോ ഇവരുടെ ആക്സിസ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. സോ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഏരിയ എഴുതാം. a = 4a × 4b ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. സോ മക്കൾസ് നമുക്ക് ഇവിടുന്ന് 4a എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ എത്ര എഴുതാം? നമുക്ക് 1 ആണ് ഇവിടെ വരുന്നത്. ആൻഡ് സോ 1 × 4b ഇവിടെ നമുക്ക് എത്രയാണ്? 4b നമുക്ക് 8 ആണ്. സൈൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ 8 ഡിവൈഡ് ബൈ 3 സോ നമുക്ക് 8/3 യൂണിറ്റ് എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. റെഡി അല്ലേ?